ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മഹാഭാരത കഥ. ശ്രീമന്മഹാഭാരത കഥ. ഏകശ്ലോകഭാരതം. ആദോ പാണ്ഡവദാർത്തരാഷ്ട്രജനനം ലാക്ഷാഗൃഹേദാഹനം ദ്യോതം ശ്രീഹരണം വനേ വിഹരണം മത്സ്യാലേ വർത്തനം ലീലാംഗോഗ്രഹണം രണേ വിഹരണം സന്ധ്യക്രിയാജൃംഭണം പശ്ചാത് ഭീഷ്മസുയോധനാദിനിധനം ഏതന്മഹാഭാരതം. ഭീഷ്മപർവം മഹാഭാരത കഥ. അധ്യായം 4. ഭീഷ്മരുടെ പതനം സഞ്ജയൻ അറിയിക്കുന്നു. 10-ാം ദിവസമാണ് സഞ്ജയൻ വീണ്ടും ധൃതരാഷ്ട്രരുടെ സമീപത്ത് വരുന്നത്. 9 ദിവസവും വിശേഷ സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം യുദ്ധം നിരീക്ഷിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു. 10-ാം ദിവസമാണ് ശിഖണ്ഡിയുടെ അമ്പേറ്റ് ഭീഷ്മർ നിലംപതിച്ചത്. ആ വിശേഷ സംഭവം അറിയിക്കുവാൻ സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് ഓടിയെത്തി. അപ്പോഴും ചിന്താമുക്തനായിരിക്കുന്ന രാജാവിൻ്റെ അടുത്ത് ചെന്ന് സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ഇതാ സഞ്ജയൻ വന്ന് നമസ്കരിക്കുന്നു. ഒരു വിശേഷ സംഭവം അങ്ങേ അറിയിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കുരുപിതാമഹനായ ഭീഷ്മർ യുദ്ധത്തിൽ ഹനിക്കപ്പെട്ടു. ആരുടെ കയ്യൂക്കിൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണോ ദുര്യോധനൻ ഈ സാഹസത്തിന് പുറപ്പെട്ടത്, ആ ഭീഷ്മർ ഇന്ന് ശിഖണ്ഡിയാൽ വീഴ്ത്തപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്. 10 ദിവസം കൊണ്ട് അനേകായിരം ശത്രുക്കളെ നശിപ്പിച്ച് പൗരുഷം കാണിച്ച അദ്ദേഹം ഒരു സാധാരണ വില്ലാളിയും നിസ്സാരനുമായ ശിഖണ്ഡിയുടെ ശരങ്ങൾക്കിരയായിത്തീർന്നു. ഇന്ദ്രനെപ്പോലെ അക്ഷോഭ്യനായി നിന്ന് യുദ്ധം ചെയ്ത ആ സേനാനി, അമാനുഷ കർമ്മം ചെയ്ത ആ അതിമാനുഷൻ അവസാനം ശിഖണ്ഡിയാൽ ഹതനായി. ഇതു കേട്ട് ധൃതരാഷ്ട്രർ ഞെട്ടിപ്പോയി. അദ്ദേഹം വിലപിക്കുവാൻ തുടങ്ങി. എന്ത്? ശാസ്ത്രാസ്ത്ര വിദഗ്ധനും അമാനുഷ പ്രഭാവനുമായ പിതാമഹൻ ശിഖണ്ഡിയാൽ ഹതനായെന്നോ? വിശ്വസിക്കുവാൻ പറ്റുന്നില്ല. ശത്രുക്കൾക്ക് ഭയങ്കരനായ ആ കുരുവൃദ്ധൻ ആയിരുന്നില്ലേ എൻ്റെ മക്കൾക്കൊരു ആശ്രയം? ഭാരതയുദ്ധത്തിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടുവാൻ കഴിവുള്ള ഭീഷ്മർ മരിച്ചാൽ പിന്നെ എന്ത് യുദ്ധമാണ്? ദ്രോണർ, കൃപർ, അശ്വത്ഥാമാവ് മുതലായ മഹാരഥന്മാരുണ്ടായിട്ടും ഭീഷ്മരെ രക്ഷിക്കുവാൻ സാധിക്കാതെ വന്നത് എങ്ങനെയാണ്? ഒരു സാധാരണക്കാരനായ ശിഖണ്ഡിക്ക് എങ്ങനെയാണ് ഈ മഹാരഥനെ വീഴ്ത്തുവാൻ സാധിച്ചത്? പണ്ട് കാശിയിൽ വെച്ച് എല്ലാ രാജാക്കന്മാരും ഒന്നിച്ചെതിർത്തപ്പോഴും അവരെ എല്ലാം ജയിക്കുവാൻ പിതാമഹന് വിഷമമുണ്ടായില്ല. സ്വഗുരുവായ പരശുരാമനോട് ഏറ്റുമുട്ടി തൻ്റെ വീര്യം തെളിയിച്ചവനാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തെ ജയിക്കുവാൻ ഒരു സാധാരണന് കഴിഞ്ഞു. പറയൂ സഞ്ജയ, എല്ലാം വിസ്തരിച്ചു പറയൂ. എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാ ഗുണങ്ങളോടുകൂടിയവനും മഹാബലനുമായ ഭീഷ്മർ ഹതനായെങ്കിൽ പിന്നെ ബലത്തെപ്പറ്റി എന്തു പറയാൻ? ധർമ്മത്തേക്കാൾ ബലം കൂടിയത് അധർമ്മം തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവർ രാജ്യം മോഹിച്ച് വൃദ്ധനും ഗുരുവുമായ പിതാമഹനെ വധിച്ചില്ലേ? ഭാർഗവരാമന് പോലും ജയിക്കുവാൻ കഴിയാത്ത ആ ധർമ്മമൂർത്തിയെ ആണും പെണ്ണുമല്ലാത്ത ഒരു നിസ്സാരനു വീഴ്ത്തുവാൻ സാധിച്ചത് അധർമ്മത്തിൻ്റെ ബലം കൊണ്ടല്ലേ? ഇത് കേട്ടിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ഹൃദയം കാരിരുമ്പ് കൊണ്ടാണോ? പുത്രശോകാർത്തനായ ഞാൻ ഭീഷ്മരിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നിഷ്ഫലമായല്ലോ. ഇനി നമുക്കെന്താണ് ആശ്രയം? ഇങ്ങനെ പലതും പറഞ്ഞ് കുറേ നേരം വിലപിച്ചതിന് ശേഷം ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, യുദ്ധത്തെപ്പറ്റി കൂടുതൽ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭീഷ്മരുടെ പതനത്തെപ്പറ്റി ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ മുതലായവർ എന്തു പറയുന്നു? അവർക്ക് കുറച്ചെങ്കിലും ബോധം ഉദിക്കുന്നുണ്ടോ? ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഭീഷ്മരെ കൂടാതെ ആരൊക്കെയാണ് മരിച്ചു വീണത്? ദുര്യോധനൻ ഉണ്ടാക്കിവിട്ട ദുഃഖങ്ങളൊക്കെ ഞാൻ കേൾക്കട്ടെ. യുദ്ധത്തിൻ്റെ ആരംഭം മുതൽ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് എന്നോട് പറയൂ. ആർ എപ്പോൾ എന്തു ചെയ്തു എന്നുള്ളതെല്ലാം വിശദമായി പറയൂ.
ആരൊക്കെയാണ് ഭീഷ്മരോട് ഏറ്റുമുട്ടിയത്? ആരെയെല്ലാമാണ് ഭീഷ്മർ കൊന്നത്? ശിഖണ്ഡിയും ഭീഷ്മരുമായി ഏറ്റുമുട്ടിയപ്പോൾ ദ്രോണരും മറ്റും എവിടെയായിരുന്നു? 2 സംഘങ്ങളിലെ സൈന്യങ്ങളെ എത്രമാത്രം നശിച്ചു? ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞ് എന്നെ കേൾപ്പിക്കൂ. ഇത് കേട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, മഹാരാജാവേ, ഞാനെല്ലാം വിസ്തരിച്ചു പറയാം. വ്യാസദേവൻ എനിക്ക് ദിവ്യദൃഷ്ടിയും ദൂരശ്രവണ ശക്തിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം എനിക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. വ്യാസദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങേ കേൾപ്പിക്കാനുള്ള ശക്തിയും എനിക്കുണ്ടാവട്ടെ. ഹരി ഓം തത്സത്. ഹരി ഓം.